ആഴ്ചകൾ തോറും ഓഫറുകളുമായി കുടുംബിനി സൂപ്പർ മാർക്കറ്റ്, പട്ടാമ്പി ആൻഡ് ഷൊർണൂർ. പട്ടാമ്പി താലൂക്ക് ആശുപത്രി മോടി പിടിപ്പിച്ച NSS വിദ്യാർത്ഥികൾ. ചെർപ്പുളശ്ശേരി മലബാർ പോളിടെക്നിക്കൽ കോളേജിലെ NSS സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ചെർപ്പുളശ്ശേരി മലബാർ പോളിടെക്നിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ NSS വളണ്ടിയർമാരുടെ നേതൃത്വത്തിലാണ് പട്ടാമ്പി ഗവൺമെന്റ് ആശുപത്രിയിൽ ശുചീകരണ പ്രവർത്തികൾ നടപ്പാക്കിയത്. കോളേജിലെ NSS സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി കൂടിയായിരുന്നു ഈ ശുചീകരണ പ്രവർത്തനം. ആശുപത്രിയിലെ കട്ടിലുകളും മറ്റു ഉപകരണങ്ങളുമെല്ലാം പെയിന്റ് ചെയ്ത് മനോഹരമാക്കി. 7 ദിവസം നീളുന്ന പ്രവർത്തനങ്ങൾക്ക് സമാപനവും കുറിച്ചു. മലബാർ പോളിടെക്നിക് ചെർപ്പശ്ശേരിയുടെ ഭാഗമായിട്ട് NSS ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് പട്ടാമ്പി താലൂക്ക് ഹോസ്പിറ്റലിൽ ഒരാഴ്ചയായിട്ട് ഒരു മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളെ റോട്ടറി ക്ലബ്ബ് ഇവരായിട്ട് സഹകരിച്ചിട്ട് ഇവർക്ക് ഫുഡ് ഞങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പം കുട്ടികളുടെ വർക്കൊക്കെ വളരെ ഗംഭീരമായിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ തന്നെ കാണാം. വലിയ ഉത്സാഹത്തോടു കൂടിയായിരുന്നു കുട്ടികളുടെ പ്രവർത്തനം. സമാപനത്തോടനുബന്ധിച്ച് പട്ടാമ്പി റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ഭക്ഷണ വിതരണവും നടത്തിയിരുന്നു. കോർഡിനേറ്റർ ഖലീൽ, റോട്ടറി ക്ലബ് പ്രസിഡന്റ് വിനോജ് കാവുള്ളിത്തൊടിയിൽ, ഡോക്ടർ ബാലസുബ്രഹ്മണ്യം, മാലിനി ബാലസുബ്രഹ്മണ്യം, സെക്രട്ടറി പാലൂർ രവി മേനോൻ, മുരളീധരൻ വേളേരിമഠം, N മുരളീധരൻ തുടങ്ങിയവരും ഇതിന് നേതൃത്വം നൽകി. പുനർജനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയമാണ് ഞങ്ങൾ ഇപ്രാവശ്യത്തെ ക്യാമ്പിന് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പട്ടാമ്പി താലൂക്ക് ഹോസ്പിറ്റലിനെ ഞങ്ങൾ സമീപിച്ച സമയത്ത് എന്തൊക്കെ വർക്ക് എങ്ങനെ ഇവിടെ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ നമുക്ക് കുറച്ച് വർക്കുകൾ തന്നു. അതായത് ഇവിടെ കുറച്ച് കട്ടിലുകൾ, സ്റ്റാൻഡുകൾ, ഷെൽഫുകളൊക്കെ പെയിൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ മെയിനായിട്ട് അവർ പറഞ്ഞ കാര്യമായിരുന്നു, ഇവിടെ കുറച്ച് നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് തന്നെ കുറച്ചും ഒരു 3 മരമുണ്ട്. അപ്പോൾ 3 മരത്തിൻ്റെ 2 സൈഡിൽ തിട്ട് കെട്ടി കൊടുത്തിട്ട് അവിടെ ആൾക്കാർ ഇങ്ങനെ വരുമ്പോൾ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി, തണലത്ത് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണം എന്നുള്ളൊരു ആശയം അവർ പറഞ്ഞ സമയത്ത് നമ്മുടെ കോളേജിൽ സിവിലിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിലത്തെ കുട്ടികൾ നമ്മുടെ NSS വോളണ്ടിയേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അവരിനെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് അവർക്കൊരു 10-11 പേരിനെ ഏറ്റെടുത്തിട്ട് നമ്മൾ ഇവിടെ വർക്ക് ചെയ്തു.